വാ. വരൂ, വാ, കേറി വരൂ. എത്ര നാളെ കണ്ടിട്ട്. ഇന്ന് സ്കൂളില്ലേ? ആ ആ അവിടെ കൊടുക്കും. ആ അമ്മേ, കറി കൊണ്ടുവാ. വരുന്നു മോനെ. രാഹുൽ, നീ എന്റെ അമ്മയെ കണ്ടിട്ടില്ലല്ലോ. കളിച്ചു കളിച്ചു. വിളമ്പി കൊടുക്കമ്മേ. എന്താ എല്ലാരും കഴിക്കാതിരിക്കണേ? കഴിച്ചു തുടങ്ങൂ. അമ്മ ഇങ്ങോട്ട് വാ, ഇവിടെ വന്നിരിക്കി, ഭക്ഷണം കഴിക്കി. അമ്മ വരൂ. വന്നേടാ, വാ. ഒരു ഉരുള കഴിച്ചിട്ട് പോവാം. അച്ഛമ്മയുടെ മോനല്ലേടാ, കഴിക്ക്. ശരിക്ക് തോന്നി. നീ ഇടയ്ക്കൊന്ന് ഇറങ്ങി. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോയാ മതി. ഓക്കെ കേട്ടോ, ശരി. ഇത്ര നേരത്തെ ഇറങ്ങണ്ട. ഇതിപ്പോ കുട്ടികൾക്കൊന്നും കളിക്കാൻ കൂടിയും പറ്റിയില്ല. അച്ഛാ, എനിക്കൊരു 100 രൂപ തരുമോ? എന്തിന്? എനിക്കൊരു അത്യാവശ്യമുണ്ട്. എന്താ? ഇതുപോലെയുള്ള ഒരു അച്ഛമ്മ നമ്മൾക്കുണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു. മക്കളെ, അത് നിങ്ങളുടെ അച്ഛമ്മ തന്നെയാ. രാഹുൽ, എന്താ ഇത്? കുട്ടികൾ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ചിട്ട് നീ മിണ്ടരുത്. നിന്റെ വാക്ക് കേട്ട് ഒരു ഉറുമ്പിനെ പോലും നോവിച്ചിട്ടില്ലാത്ത എന്റെ മനസാക്ഷിയെ മുറിവേൽപ്പിച്ചളാണ് നീ. ഓഹോ, അപ്പൊ കുറ്റക്കാരിയൊക്കെ ഞാൻ മാത്രായില്ലേ? നിനക്കൂലി ജന്മം നൽകിയ ഒരു അമ്മ എന്റെ വാക്ക് കേട്ട് നീ വലിച്ചെറിയവരെ. രാഹുൽ, നീ എന്നെ വിചാരണ ചെയ്യാണോ? ഇവിടെ കുട്ടികളുടെ കാര്യം നോക്കാൻ തന്നെ എനിക്ക് നേരമില്ല. അതിന്റെ ഇടയ്ക്ക് നിങ്ങളുടെ അമ്മയ്ക്ക് എണ്ണയും കുഴമ്പ് തേച്ച് കുളിപ്പിക്കാൻ എന്നെ കിട്ടില്ല. കഥകൾ പറഞ്ഞു തരാനും ചോറ് വാരിത്തരാനും ഇതുപോലെ ഒരു അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായനെ. നിങ്ങളോടല്ലേ പറഞ്ഞു മിണ്ടായിരിക്കാൻ? അർജുൻ, അമ്മ മിണ്ടായിട്ടിരിക്കി. അമ്മയ്ക്ക് ഞങ്ങളോടൊരു സ്നേഹവും ഇല്ല. അമ്മയ്ക്ക് എപ്പോഴും തിരക്കാ. അമ്മ ഇതേവരെ ഞങ്ങൾക്ക് ചോറ് വാരിത്തന്നുണ്ടോ? അമ്മ ഇന്നേവരെ ഞങ്ങൾക്കൊരു കഥ പറഞ്ഞു തന്നുണ്ടോ? അമ്മയ്ക്ക് എപ്പോഴും തിരക്കാ. അച്ഛാ, ഞങ്ങൾക്കൊരു ബുദ്ധിശിയെ വേണം. ഈ പാപഭാര്യയുടെയും ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല. എന്റെ മക്കളോടെങ്കിലും എനിക്ക് സ്വന്തം തുറന്നു പറയണം.
ഓ വീടിനൊരു മാറ്റമില്ലല്ലോ, അടിപൊളി. ഇപ്പോഴും അതേപോലെ പക്ഷേ ഇറങ്ങി ഒന്നും കൊടുത്തിട്ടില്ല. ഓ കരയല്ലടാ. വായു കിട്ടണമെങ്കിൽ ഇവിടെ വരണം. പതുക്കെ വായു വായു. അമ്മ ബാബയ്ക്ക് അറിയോ അങ്കിളിനെ? നിങ്ങൾ കയറല്ലേ? ഇല്ല, പിന്നെ ഒരിക്കലാവും. ഓ ഇവരൊന്ന് കൊണ്ടുവിട്ടിട്ട് വാടാ. ഓ പതുക്കെ പതുക്കെ നിക്ക് ഇതിലല്ല അപ്പുറം. മോനെ, മോന് ഇഷ്ടമുള്ള കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നീ ഭക്ഷണം കഴിക്കും. രാഹുൽ, ഏത് നേരം ഈ വീട്ടിലത്തെ ചോറാ? വാ നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം. അമ്മാ അമ്മാ, ആരാവിടെ? അമ്മാ വെള്ളം തരണേ, വിശക്കണേ. എന്തായി കാണിക്കണ തള്ളേ? വെറുതെ ഇരിക്കില്ല. അമ്മ എന്താ പറ്റിയമ്മ? അമ്മ എനിക്കമ്മ, അമ്മ എനിക്ക് അമ്മ എന്താ പറ്റിയമ്മ? നിങ്ങളുടെയും കാര്യം നോക്കണം, നിങ്ങളുടെ കുട്ടികളുടെയും കാര്യം നോക്കണം, നിങ്ങളുടെ അമ്മയുടെയും കാര്യം നോക്കണം. എല്ലാം കൊണ്ടൊന്നും എനിക്ക് പറ്റില്ല. എവിടെയും കൊണ്ടുപോയി വിട്. അമ്മേ നമുക്ക് അമ്പലത്തിലൊക്കെ പോയി തൊഴണ്ടേ? നന്നായി പ്രാർത്ഥിക്കാം. എന്നിട്ട് എല്ലാം ശരിയോ അമ്മ? വിഷമിക്കണ്ട കേട്ടോ. അമ്മ അമ്പലത്തിൽ പോയാലോ അമ്മ? പോവാ. ശരി, ഡ്രസ് തന്നെയല്ലേ അല്ലേ? വരും, പതുക്കെ നോക്കിട്ട് വരും. ആ പതുക്കെ പഠിക്കും. ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമഃ. വാങ്ങോട്ടെ.
ആലിലകൾ താളം തുള്ളും ആൽത്തറതന്നാശ്രയവും അകതാരിൽ കുളിരേകാൻ ആലിലകൾ തുള്ളുമ്പോ ആലിലകൾ തുള്ളുമ്പോ ഞാനറിഞ്ഞ യാതനകൾ നീറ്റലോടെ നിൽക്കുന്നു അറിയുന്നു പൊന്മകനെ ഹൃദയത്തിൻ വിങ്ങലുകൾ ഹൃദയത്തിൻ വിങ്ങലുകൾ പിച്ച വെച്ചൊരീരടികൾ ആൽപ്പറമ്പിൽ കാണുമ്പോ അറിയാതെ ഓർക്കുന്നു എൻ മകന്റെ ഈരടികൾ എൻ മകന്റെ ഈരടികൾ വഴിപിഴച്ച കിളികൾക്കും ആശ്രയമാം തണൽ മരമേ മക്കൾക്കായി കൂടുകൾ കൂട്ടും കിളിതേങ്ങൽ കേട്ടിടണേ കിളിതേങ്ങൽ കേട്ടിടണേ ഓർക്കുന്നു ഞാനിന്നും കടൽ ചാരേ നീയന്ന് വിരലാലെ നീ എഴുതി അമ്മയെന്ന വാക്കുകളും കലിതുള്ളി കടൽ തിരയും പോയി മറഞ്ഞ നേരത്ത് എൻ ചാരേ ഓരം നിന്ന് നീയന്ന് കരഞ്ഞില്ലേ നീയന്ന് കരഞ്ഞില്ലേ കാലിലകൾ താളം തുള്ളും ആൽത്തറതന്നാശ്രയവും അകതാരിൽ കുളിരേകാൻ ആലിലകൾ തുള്ളുമ്പോ ആലിലകൾ തുള്ളുമ്പോ ആലിലകൾ തുള്ളുമ്പോ കൈ നോക്കാനുണ്ടോ ചേച്ചി? ചേട്ടാ കൈ നോക്കണോ? നല്ല കാലം വരുന്നുണ്ട്, നല്ല കാലം വരുന്നുണ്ട്. അമ്മ കൈ നോക്കണ അമ്മ. അമ്മ മക്കൾ ഉപേക്ഷിച്ചു പോയി അല്ലേ? പ്രായമായ അച്ഛനമ്മമാരൊക്കെ മക്കൾക്കൊരു ഭാരമായി തോന്നണ കാല ഇത്. അമ്മയെപ്പോലെ ഒരുപാട് അമ്മമാരെ ക്ഷേത്ര നടയിൽ നട തള്ളുന്നുണ്ട്. പക്ഷെ അവരറിയുന്നില്ല അവർക്കും വയസ്സാകുമെന്ന്. അമ്മ പേടിക്കണ്ടട്ടോ, അമ്മയ്ക്കും ഒരു രാജയോഗം വരുന്നുണ്ട്. ദാ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന ഭക്ഷണമാ ഇത്, അമ്മ കഴിക്ക്. കഴിച്ചോ ചേച്ചി? കൈ നോക്കുന്ന ചേച്ചി? വിവേക് മോളെ വീട്ടിൽ നിൽക്കണ്ടേ? മൂകാംബിക പോണ്ടേ? അമ്മ അമ്മ അമ്മന്റെ ഇവിടെ കിടക്കുന്നു. അമ്മക്ക് ആരുമില്ലേ? അമ്മ എങ്ങനെ ഇവിടെ എത്തി? അമ്മ എന്ത് പറ്റി പറയൂ? എന്തിനാ കരയണേ? എന്ത് പറ്റി അമ്മേ? അമ്മ എന്തിനാ കരയണേ? അമ്മേ ഞങ്ങളുടെ കൂടെ വരുന്നോ അമ്മ? പതുക്കെ നോക്കിയിരുന്നു. അമ്മയില്ലാത്ത നമുക്ക് ഇവിടുത്തെ ഭഗവതി തന്നതാ ഈ അമ്മയെ. അമ്മ ഇനി തിരിച്ചു വിളിക്കാനാ ഭാവെങ്കിൽ എന്നെ ഇനി നോക്കണ്ട. കയ്യടറി രാഹുൽ, രാഹുൽ എന്താ രാഹുൽ തിരിച്ചു പോകുന്നത്? നിങ്ങൾ എന്റെ ബോസ് മാത്രല്ല, പിന്നെ നിങ്ങള് എന്റെ ദൈവം കൂടിയാ. അതിന് നീ കരയാതെ കാര്യം പറ.
ഈ നിക്കണതന്നെ അമ്മയാ. എനിക്ക് എന്റെ അമ്മ വേണം. ഈ നിൽക്കുന്നത് നിന്നെ നൊന്ത് പ്രസവിച്ച അമ്മയാണെങ്കിൽ നീ ഒരിക്കലും ക്ഷേത്രനടയിൽ ഉപേക്ഷിക്കില്ലായിരുന്നു. നിങ്ങളൊരു മനുഷ്യനാണോ? പണവും പ്രതാപവും വന്നു ചേരുമ്പോ രക്ഷിതാക്കളെല്ലാം ഒരു ഭാരമായി തോന്നുന്ന നിന്നെ പോലുള്ളവരാണ് ഈ നാടിന്റെ ശാപം. എനിക്ക് എന്റെ അമ്മ വേണം. നീ മിണ്ടരുത്. ഇറങ്ങി പോടാ എന്റെ വീട്ടിൽ നിന്ന്. Idiot. അമ്മയെ കൊണ്ടുവന്നത് എന്താ പറ്റിയേ?